ഗായ്സ്, അപ്പോ ഇന്ന് നമ്മള് രാവിലെ തന്നെ എഴുന്നേറ്റ് ചച്ചുവിന് ടീ ഗാർഡൻ കാണിക്കാന്ന് വിചാരിച്ചു. സോ ടീ ഗാർഡൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മൂന്നാറിലേക്കാണ്. മൂന്നാറിൽ ഞാനും അരവിന്ദും ഒരുപാട് തവണ പോയെങ്കിലും ചച്ചുവിന്റെ ഫസ്റ്റ് ട്രിപ്പാണ് മൂന്നാറിലേക്കുള്ളത്. ആൻഡ് ഇതിനു മുമ്പ് ചച്ചു സ്റ്റേക്കേഷൻ ഒക്കെ ചെയ്തെങ്കിലും ഫസ്റ്റ് ടൈം ആണ് അവൾ ഒരു ഹോൾ വീക്കെൻഡ് ട്രിപ്പിന് പോകുന്നത്. സോ ലെറ്റ് സി എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. എനിവേസ് നമ്മള് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ 2 ഫ്രണ്ട്സിനെയും കൂടി പിക്ക് ചെയ്യാനുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ്. അപ്പം അവരെയും കൂടി പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ മൂന്നാർക്ക് പോകുന്നതായിരിക്കും. ഞങ്ങൾ മാർച്ച് 1 പോയത്. അത്ര വലിയ ക്ലൈമറ്റ് ഇല്ലാന്നാണ് കേട്ടത്. എന്നാലും മോൾക്ക് വേണ്ട മിറ്റൻസ്, ബൂട്ടീസ്, ക്യാപ്സ് തുടങ്ങിയ എല്ലാ നെസസറി ഐറ്റംസും കരുതിയിരുന്നു. സോ ഗായ്സ്, ഞങ്ങൾ വിവേകിൻ്റെ വീട്ടിലെത്തി. അവിടുന്ന് ചെറിയൊരു ചായ എല്ലാം കുടിച്ച് ഞങ്ങൾ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. മൂന്നാർക്ക് പോകുന്ന വഴിയാണ് ആനിയുടെ വീടും. സോ അവിടെയും കൂടി ഒന്ന് കയറിയതിന് ശേഷം വേണം പോവാൻ. സോ നമ്മൾ ആനിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അടിമാലി ടൗണിൽ തന്നെയാണ് കേട്ടോ വീട്. മോള് കൂടെ ഉള്ളതുകൊണ്ട് അവൾക്ക് കുറച്ച് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ദേ, ഇതാണ് ജാനിക്കുട്ടി, ആനിയുടെ ബ്രദറിൻ്റെ മകളാണ് കേട്ടോ. നല്ല എനർജറ്റിക്കും പിന്നെ നല്ല സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു. സോ അതെല്ലാം കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളിപ്പോൾ മൂന്നാർ ടൗണിലേക്ക് എത്തി. ഇവിടെ തന്നെ നല്ലൊരു ഭംഗിയുള്ള വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാതെ കാണാൻ. ചച്ചു ഇതെല്ലാം കണ്ടിരിക്കായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് അടിമാലി വെള്ളത്തൂവൽ റൂട്ടിലാണ്. സോ ഈ റൂട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ വ്യൂ പോയിന്റ്സ് എല്ലാം കാണാൻ പറ്റും. വണ്ടി ഓടിക്കുന്നത് മിസ്റ്റർ വിവേക്, ബാക്കിൽ ചച്ചുമ, മാളു, ആനി, ചച്ചുമ. നമ്മൾ ഈ പോകുന്ന റൂട്ടിലായിരുന്നു കേട്ടോ ഈ പരീക്ഷാമരം പൂത്തു നിൽക്കുന്ന കണ്ട്. എന്തുകൊണ്ടാണ് ഇതിന് ഈ നെയിം ഇട്ടതെന്ന് അറിയില്ല. അറിയുന്നവരൊന്ന് പ്ലീസ് കമൻറ്റ് ബിലോ. പക്ഷെ അത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഈ പരീക്ഷാമരത്തിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് ബ്ലൂ ജക്കാരണ്ട എന്നാണ്. എനിവേസ് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ കാണാൻ. മോർ ലൈക്ക് ചെറി ബ്ലോസം. സോ ഗൈസ്, നമ്മളിപ്പോൾ മൂന്നാർ ഗ്യാപ്പ് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. മൂന്നാറിലേക്ക് എപ്പോൾ പോകുമ്പോഴും ഈ ഗ്യാപ്പ് റോഡിലേക്ക് കയറുമ്പോൾ കിട്ടുന്നൊരു ഭംഗിയുണ്ടല്ലോ, അതെത്ര കണ്ടാലും മതി വരാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ആ ഒരു ടൈമിലാണ് ഞങ്ങൾ 2 ഫോറിനേഴ്സിനെ കണ്ടത്. അവരെവിടുന്ന് വരുന്നതാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ബട്ട് അവരൊരു റെൻ്റ് ബൈക്കൊക്കെ എടുത്ത് മൂന്നാർ ഹിൽസ് കയറുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ അവരുടെ രാജ്യത്ത് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതുപോലെ തന്നെയായിരിക്കും അല്ലേ അവർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വരുമ്പം ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്. സോ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ ടു വാച്ച്. ഞങ്ങൾ എടുത്തിരിക്കുന്ന റിസോർട്ട് ചിന്നക്കനാലിലാണ് വരുന്നത്. സോ ഒരു ടോൾ പ്ലാസ ഒക്കെ കടക്കണം. ഇടുക്കിയിലെ തന്നെ ആദ്യത്തെ ടോൾ പ്ലാസയാണ് ഇതെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴി കാണുമ്പോഴേ ഈ ടോൾ പ്ലാസയിൽ എത്ര റേറ്റ് കൊടുത്താലും അതൊക്കെ കൊടുക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല അല്ലേ. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ റോഡ്. ഇതുപോലുള്ള വഴിയിൽ ഒരു ബുള്ളറ്റ് ബൈക്കും ചെറിയ ചാറ്റൽ മഴയും അതോടൊപ്പം തന്നെ ഒരു കട്ടൻ ചായയും മാഗിയും ഉണ്ടെങ്കിലേ സംഗതി കളറായിരിക്കും അല്ലേ. അൺഫോർച്ചുനേറ്റ്ലി
ആ വെതർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ കാറിൽ തന്നെ പോകാം. എനിവേസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈക്കും മഴയും ഇല്ലെങ്കിലും ഒരു കട്ടനും മാഗിയും ആകാമെന്ന് കരുതി ഞങ്ങൾ വണ്ടി സൈഡിലാക്കി. ചെറിയൊരു വെയിലുണ്ടെങ്കിലും നല്ല അടിപൊളി കാറ്റും പിന്നെ ചെറിയ തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ദ മാഗി വാസ് സോ ഡെലീഷ്യസ്. ഭയങ്കര സ്പൈസി ആയിരുന്നു, ഭയങ്കര ടേസ്റ്റും ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ചച്ചുമ്മയ്ക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റില്ലെങ്കിൽ എന്താ, അവൾ വെതർ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഷീ ലൈക്സ് കോൾഡ് പ്ലേസസ്. അതാണ് ഏറ്റവും വലിയ രസം. പിന്നെ ഈ ചെറിയൊരു തണുപ്പുള്ള സ്ഥലത്തെത്തുമ്പോഴേ മാങ്ങ, പൈനാപ്പിളൊക്കെ ഇതുപോലെ ഉപ്പും മുളകും ഇട്ടത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. എൻ്റെ അരവിന്ദിന് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഈ മാങ്ങ, പൈനാപ്പിൾ അതൊക്കെ ഉപ്പിലിട്ടത് കഴിക്കുന്ന ഇഷ്ടമേ ഇല്ല. നമ്മൾ അതെല്ലാം കഴിച്ച് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും നേരം ഞങ്ങൾക്ക് നല്ല റോഡാണ് കിട്ടിയതെങ്കിൽ റിസോർട്ട് എത്തിയപ്പം ഭയങ്കര മോശം റോഡായിരുന്നു. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. റിസോർട്ടിൻ്റെ പേര് രേഗ്ലയ റിസോർട്ടാണ്. സോ നമുക്കൊന്ന് ചുറ്റൊന്ന് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഔട്ട്ഡോർ എല്ലാം കണ്ടല്ലോ. ഇനി നമുക്ക് റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മള് 2 ഫാമിലി ആണല്ലോ വന്നത്. അപ്പം ഞങ്ങളൊരു കോട്ടേജ് 2 റൂംസ് ആയിട്ടാണ്. ഒന്ന് ഞങ്ങളുടെ വിവേകും ആൻഡിയും എടുത്തു, ഒന്ന് ഞങ്ങളും എടുത്തു. അപ്പൊ കംപ്ലീറ്റ് പ്രൈവസി ഉണ്ട്. സോ ദിസ് ഇസ് അവർ റൂം. സംഭവം നല്ല പീസ്ഫുൾ ആയിട്ടുള്ള റിസോർട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും കുറച്ച് റീൽസ് എല്ലാം എടുത്ത് ഞങ്ങൾ അവിടെ ചിൽ ചെയ്തിരിക്കുകയായിരുന്നു. ആക്ച്വലി ഒട്ടും വെതർ ഉണ്ടാകില്ല എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പും നല്ല കാറ്റും ആൻഡ് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു മൊത്തത്തിൽ. നമ്മുടെ കൂടെ ഇതുപോലെ സംസാരിക്കാനും കളിക്കാനും തമാശ പറയാനും ഒക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ട്രിപ്പൊക്കെ നമുക്കൊരു മെമ്മറബിൾ ആയിരിക്കും അല്ലേ. അതുപോലൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. നമ്മൾ ഒരുപാട് സംസാരിച്ചു, ഒരുപാട് ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. കാരണം നമുക്ക് സംസാരിച്ചാലും തീരാത്ത ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും. ഒട്ടും ക്ലൈമറ്റ് ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിട്ട് നല്ല തണുപ്പ് കിട്ടി ഞങ്ങൾക്ക്. ഇപ്പതാ നല്ല മഴയും, മോശമില്ലാത്തൊരു മഴയാട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല കളറായി ഞങ്ങളുടെ ട്രിപ്പ്. അങ്ങനെ മോർണിംഗ് ആയി. ഇപ്പതാ സമയം 7 മണി. നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. അപ്പുറത്തിരിക്കണ മല പോലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എത്ര പറഞ്ഞാലും മതി വരാത്ത ഭംഗി തന്നെയായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയി.
ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് ഡീസൻറ്റ് ഫുഡായിരുന്നു. എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുത്തുള്ളൂ. വെറുതെ ഒരുപാട് എടുത്ത് വേസ്റ്റ് ആക്കുന്നതൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. എല്ലാപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് ഫോട്ടോസും ഒരുപാട് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് നേരം കൂടി അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ചെക്കൗട്ട് ചെയ്തു. അങ്ങനെ വന്ന പോലെ തന്നെ തിരിച്ചും അടിമാലി പോയി ആനിയുടെ വീട്ടിൽ കയറിയതിന് ശേഷമാണ് ഞങ്ങൾ കൊച്ചിയിലേക്ക് പോയത്. സോ എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും അതൊരു മെമ്മറബിൾ ട്രിപ്പ് തന്നെയായിരിക്കും. സോ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണേ. അത്രയുള്ളൂ. ടാറ്റ ബൈ.